വലത്തൂടെ മാത്രമേ ഓവർടേക്കിംഗ് പാടുള്ളൂ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളെ വണ്ടി പഠിപ്പിക്കുന്ന ആശാന്മാരും പോലീസുകാരും വരെ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ വലത്തൂടെ മാത്രമല്ല, ഇടത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന 3 സിറ്റുവേഷൻ കൂടിയുണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷൻ, ഒരു വണ്ടി റോഡിന്റെ വലത്തെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഇടത്തെ സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാം. പക്ഷേ ഓവർടേക്ക് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. വണ്ടി വലത്തെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് വണ്ടിയുടെ മുന്നിൽ നിന്ന് ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഒരു വണ്ടി വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റോഡിന്റെ നടുക്ക് വന്ന് നിൽക്കുന്നു വലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഇടത്തൂടെ ഓവർടേക്ക് ചെയ്യാം. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണം. അത് മാത്രമല്ല, ആ വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, നമ്മൾ ലെയിൻസ്, ഇപ്പൊ ഞാൻ ഈ ഓടിക്കുന്ന പോലത്തെ 2 ലൈനോ 4 ലൈനോ 6 ലൈനോ പോലത്തെ ഹൈവേയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ലൈനിൽ നിന്നും മറ്റൊരു ലൈനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ വലത്തെ ലൈനിലൂടെ പോകുന്ന വണ്ടിയെ നമുക്ക് ഇടത്തെ ലൈനിലൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ മൂന്നിടത്ത് മാത്രമേ നമുക്ക് ഇടത്തെ സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം സേഫ് ആയിട്ട് ചെയ്യുക. ലോകത്തെങ്ങും ഇല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ റോഡിലുണ്ടാവാം. പിന്നെ നമ്മുടെ റോഡിന്റെ അവസ്ഥ അറിയാലോ, അതിനേക്കാൾ മോശമാണ്. അപ്പം മാക്സിമം സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക.